നല്ല പടം, സൂപ്പർ പടം. ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്, കോമഡിയാണ്, ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. വേറെ ലാഗും കാര്യങ്ങൾ ഇത്തിരി ഉണ്ടെങ്കിലും കണ്ടിരിക്കാം. നല്ല പടം. നമ്മൾ ബിജു മേനോന്റെ കോമഡി വൈബിൽ കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. ബിജു മേനോന്റെ അത്യാവശ്യം കോമഡികളുണ്ട്. പിന്നെ വലിയ കോമഡി അങ്ങനെയല്ല, എന്നാലും അത്യാവശ്യം കോമഡിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, കണ്ടിരിക്കാം. അത്രയാണ്. നമ്മുടെ ഈ സിനിമയുടെ പേര് പോലെ തുണ്ടുവയ്ക്കലും പരിപാടിയൊക്കെ തന്നെ അതാണ്. ഫുൾ തുണ്ടുവെപ്പും എക്സാം ആ ഒരു സെറ്റപ്പ് തന്നെയാണ് പടം പോകുന്നത്. നൊസ്റ്റാൾജി അടിച്ച കുറച്ച് എന്റർടൈൻമെന്റ് പർപ്പസ് ഉള്ള രീതിയിൽ കണ്ടോണ്ടിരിക്കാം. പിന്നെ എനിക്ക് ഈ സിനിമ ബോറടി ഇല്ലാതെ കാണാം. പക്ഷെ ഞാൻ ഈ തുണ്ടിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല. തുണ്ട് വെച്ച് പരീക്ഷ എഴുതുന്നതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ ഈ സിനിമയിൽ വീണ്ടും സെക്കൻഡ് ഹാഫിലും ആ തുണ്ടിനെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി, വീണ്ടും PSC കിട്ടാതെ വീണ്ടും പഠിച്ച് എഴുതി, വീണ്ടും കിട്ടാതെ വീണ്ടും പഠിച്ചെഴുതി, നമുക്കിപ്പോഴും കിട്ടുന്നില്ല. അപ്പം ഇത് കാണുമ്പോഴേ ഒരാളുടെ മനസ്സിൽ പോലും തുണ്ട് വെച്ച് എഴുതി രക്ഷപ്പെടണം എന്നുള്ളൊരു മൈൻഡ് ആർക്കും വരരുത്. അപ്പൊ ഈ പഠിച്ച് പരീക്ഷ തന്ന പിള്ളേർക്ക് പോലും തുണ്ട് വയ്ക്കാനുള്ള ടെൻഡൻസി വരും. അങ്ങനെ ഒരു ഇത് മൈൻഡിലുണ്ട്. എനിക്ക് അത്രേ തോന്നിയുള്ളൂ. വേറെ അല്ല, അങ്ങനെ തുണ്ടങ്ങാനും വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ തുണ്ട് വെച്ച് പരീക്ഷ എഴുതാറില്ല. തുണ്ട് കാണാറുണ്ട്, പക്ഷെ തുണ്ട് വെച്ച് പരീക്ഷ എഴുതാറില്ല. നല്ല സിനിമ പടം കുഴപ്പമില്ല, നൈസായിട്ടുണ്ട്. അത്യാവശ്യം എന്താ പറയുക, തുണ്ടെന്ന് ആദ്യം കേൾക്കുമ്പോൾ ആൾക്കാർ വേറെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കണ്ട. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു സംഭവം തന്നെ. പരീക്ഷയ്ക്ക് തുണ്ട് വയ്ക്കുക അങ്ങനത്തെ തെറ്റിദ്ധാരണ എങ്ങനെയാണോ വന്നത്? അല്ലല്ല, എനിക്ക് പക്കയായിട്ട് അറിയാം. ചിലവർക്ക് അത് തെറ്റിദ്ധാരണ ഉണ്ട്. പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തുണ്ടെന്ന് പറയുമ്പോൾ അവർ അത് വിചാരിച്ച് തെറ്റിദ്ധരിച്ചുകൊണ്ട് വരും. അതൊന്നുമല്ല, പരീക്ഷയ്ക്ക് തുണ്ട് വയ്ക്കുക എന്നുള്ള കാര്യമാണ് ഇതിൽ വരുന്നത്. നല്ല രസകരമായിട്ട് മുന്നോട്ട് പോകുന്നൊരു മൂവിയാണ്. വലിയ ബോറൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം എന്താ പറയുക, ബിജു മേനോന്റെ ഒരു പണ്ടത്തെ ഒരു ഹ്യൂമർ വർക്കൗട്ടായെന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും വന്നിട്ടില്ല. എന്നാലും നമുക്ക് കണ്ടിരിക്കാം. പറ്റിയൊരു മൂവി തന്നെയാണ്. നമുക്ക് പ്രിഫർ ചെയ്യാം ഒരു മൂവി കാണാൻ വേണ്ടി. ബോറടിയൊന്നുമില്ല, നല്ല വാച്ചബിൾ സാധനമാണ്. വേറെ എന്താണ് എടുത്തു പറയാനായിട്ട് പടത്തിൽ? എടുത്തു പറയാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ ഈ ഷൈൻ ടോം ചാക്കോൻ്റെ പുള്ളിക്കാരനാണ് ഇപ്പം ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. കാരണം പടത്തിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചുള്ള പുള്ളിക്കാരൻ കേട്ടോ വലിയ ആച്ചാട്ടവും ബഹളമൊന്നും ഇല്ലാതെ നൈസായിട്ട് പോയൊരു സംഭവം. രസകരമാണ് പടം കണ്ടിരിക്കുക. ഓക്കെ, ഈ തുണ്ടുവയ്പ്പും ഇതൊക്കെ കണ്ടപ്പോൾ എന്തെങ്കിലും നൊസ്റ്റാൾജിക് മൂമെന്റ്സ്? ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വെച്ചതും പിന്നെ പണ്ട് ഇടയ്ക്കൊരുക്കിയ ഒരു അബദ്ധം പറ്റി വെച്ചതൊക്കെ ഓർമ്മ വന്നു. സ്ക്വാഡ് വരുന്ന സമയത്തുള്ള ആ ഒരു ടെൻഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. സ്ക്വാഡ് പൊക്കി പൊക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ അല്ല, എന്നെ പൊക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ വെക്കാറില്ല. അങ്ങനെയല്ല, പക്ഷെ എന്നാലും രസകരമായിട്ടാണ്. ഫ്രണ്ട്സിനിടെ വെക്കുന്ന ആ ഒരു സമയമൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന്. കോളേജ് ടൈം അതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് പിടികിട്ടുന്ന രീതിക്ക് വെച്ചിട്ടുണ്ട് പടത്തിൻ്റെ അകത്ത്. രസമുണ്ട് കാണാൻ. എന്താണ് ഒരു സമയം വരുന്ന കോമഡിയാണോ വരുന്നത്, അല്ലെങ്കിൽ ഫണ്ണാണ്? ത്രൂ ഔട്ട് ഫണ്ണാണ്. കൊള്ളാം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ പേര് പോലെ ഈ തുണ്ടുവയ്പ്പും പരിപാടികളൊക്കെ തന്നെ അതൊക്കെ തന്നെയാണ്. നൊസ്റ്റാൾജി വല്ലതും അടിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും. പക്ഷെ നന്നായിട്ടുണ്ട്. സംഭവം സ്ക്രിപ്റ്റ് വൈസ് അല്ല നോക്കേണ്ടത്, കാണാൻ എൻജോയബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. നമുക്ക് കണ്ടോണ്ടിരിക്കാം. കാരണം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു തരം സ്ക്രിപ്റ്റ് പാറ്റേണാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോലീസിൻ്റെ ഉള്ളിൽ, അതായത് അപ്പർ ക്ലാസ് അല്ല ലോവർ ക്ലാസ്സിൽ നടക്കുന്ന ഒരു കോമഡീസ് കാര്യങ്ങളുമാണ് ഈ സ്ക്രിപ്റ്റ് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കണ്ട് ഇരിക്കാൻ പറ്റുന്ന സംഭവം തന്നെ. ഈ തുണ്ടെന്ന് പറയുന്ന പേര് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഈ തുണ്ട് വയ്ക്കലും അതുമായിട്ട് റിലേഷൻ ഉള്ള ഫിലിം തന്നെയാണ്. പക്ഷെ അത് കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം, നല്ല വെറൈറ്റി ആയിട്ടാണ് എടുത്തേക്കുന്നത്. അങ്ങനെ തുണ്ടൊക്കെ വയ്ക്കണം കണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള എന്തെങ്കിലും തോന്നി? അങ്ങനെയൊന്നുമില്ല, വയ്ക്കുന്നവർക്ക് തോന്നിയായിരിക്കും, പക്ഷെ എനിക്ക് തോന്നി. കുഴപ്പമില്ല, മടുപ്പില്ലാതെ കണ്ടുകൊണ്ടിരിക്കാം. കുഴപ്പമില്ല, ഫാമിലിയാണ്, ഫാമിലിയായിട്ട് കണ്ടുകൊണ്ടിരിക്കും. കോമഡി അത്യാവശ്യം നല്ലോണം വർക്കൗട്ട് ആയിരുന്നു. എടുത്തു പറയാൻ വലിയ എന്താ പറയുക, നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി ബേസ് ആണ്. പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഒരു കുറച്ചു നേരമുള്ള ഒരു സിനിമയാണ്. ഇത് കോമഡിയാണോ വരുന്നത്? കോമഡി ഉണ്ട്, പിന്നെ പോലീസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ അവരുടെ എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഇതായിട്ടൊക്കെ ഉള്ളത്. നമ്മൾ സ്കൂൾ ലൈഫിലുള്ള തുണ്ട് വെച്ചതിൻ്റെയൊക്കെ ഒരു ഇതും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. നമ്മുടെ ബിജു മേനോന്റെ ഒരു കോമഡി പടം എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു കോമഡി ലെവലൊക്കെ. അത്രയും കോമഡി ഇല്ല, ചെറിയൊരു സീരിയസ്നെസ് ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് ഈ പേര് പോലെ തുണ്ടുവയ്പ്പും അത് തുണ്ടുവയ്പ്പിൻ്റെ കഥ തന്നെയാണ്. എന്തെങ്കിലും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഇത് കണ്ടിട്ട്? അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു തുണ്ടുവയ്പ്പിൻ്റെ ഇതും അങ്ങനെയൊക്കെയുള്ള, പിന്നെ പോലീസിൻ്റെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് വരുമ്പോൾ അതിൽ തുണ്ടുവയ്ക്കുന്നതും അത് പുതിയതായിട്ട് ഒരു സിനിമയിൽ കാണുന്ന ഒരു ഇതാണ്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതും അങ്ങനെയൊക്കെ ഉള്ളത്. ഓവറോൾ നമുക്ക് തിയേറ്ററിൽ കണ്ടിരിക്കാം. ഫാമിലി മൂവിയാണ്. ഒരു കോമഡിയാണോ വരുന്നത്? നമ്മുടെ ബിജു മേനോന്റെ കോമഡി അത്യാവശ്യം കോമഡി ഉണ്ട്, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് നല്ല കണ്ടിരിക്കാം. ഈ തുണ്ടുവയ്ക്കലും പരിപാടിയൊക്കെയാണ്. വല്ല നൊസ്റ്റാൾജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നൊസ്റ്റാൾജി ഇല്ല.